പ്രിയ, ഈ ചൈന ജപ്പാന്റെ സമുദ്ര അതിർത്തിയിൽ ഈ സൈനിക സാന്നിധ്യം വർദ്ധിപ്പിച്ചതിൻ്റെ പേരിലുള്ള ഗൂഢോദ്ദേശം എന്താണ്? അവിടെ ഈ സാധാരണഗതിയിൽ ഈ ചൈന ഇപ്പോൾ ഇന്ത്യൻ മഹാസമുദ്രത്തിലടക്കം അവരുടെ കപ്പലുകൾ അയച്ച് ഒരു ഭീഷണി സ്വരത്തിൽ കാര്യങ്ങൾ ചെയ്യാറുണ്ട്. സമാനമായ സാഹചര്യം തന്നെയാണ് ഇവിടെ ഉള്ളത്. അതായത് ശാന്തസമുദ്രത്തിൻ്റെ മേഖല, പസഫിക് റീജിയൻ എന്ന് പറയുന്ന സ്ഥലത്താണ് ഈ കടന്നുകയറ്റം ഉണ്ടായിരിക്കുന്നത്. ഇന്ത്യയുടെ സ്വാഭാവിക സഖ്യകക്ഷിയാണ് ജപ്പാൻ എന്ന് പറയുന്ന രാജ്യം. നമ്മൾ തമ്മിൽ വലിയ സൗഹൃദമുള്ള ഒരു രാജ്യമാണ്. അവിടെ ഈ ജപ്പാൻ്റെ തീരമേഖലയിൽ എല്ലാ കാലത്തും ജപ്പാൻ്റെ മുഖ്യ ശത്രുവാണ് ഈ ചൈന എന്ന് പറയുന്ന രാജ്യം. ചൈന എല്ലാ കാലത്തും ഇവിടെ പ്രകോപനം സൃഷ്ടിക്കാറുണ്ട്. ഇപ്പോൾ ചൈനയുടെ 2 വിമാനവാഹിനി കപ്പൽ, വലിയ കപ്പലുകളാണ്. ഇവയാണ് ഈ പറയുന്ന ജപ്പാൻ്റെ സമുദ്രാതിർത്തിയോട് അടുത്ത്, ഏതാണ്ട് അടുത്തെന്ന് പറയാവുന്ന രീതിയിൽ ചെന്നിരിക്കുന്നത്. അപ്പോൾ ഇങ്ങനെ ഈ പറയുന്ന പടക്കപ്പലൊക്കെ വിന്യസിക്കുമ്പോഴത്തേക്കും സ്വാഭാവികമായിട്ടും ഏതൊരു രാജ്യവും നോക്കുമല്ലോ ഒന്ന് എന്താ സംഭവം. അപ്പോൾ ജപ്പാൻ ഇതിനെ വളരെ ആശങ്കയോട് കൂടിയാണ് കണ്ടത്. ഞെട്ടി, ശരിക്കും ഇങ്ങനെ ഒരിക്കലും ആരും ചെയ്യാറില്ല. അപ്പോൾ നാവികശക്തി, ചൈനയുടെ നാവികശക്തിയുടെ പ്രകടനമാണ് ഇതെന്നാണ് പ്രാഥമികമായ വിലയിരുത്തൽ. ഈ ദക്ഷിണ കടലിൽ, ചൈന കടലിലും ഇതേ പരിപാടി ചൈന കാണിക്കാറുണ്ട്. നമുക്കറിയാം, ഈ പറയുന്ന ഉത്തര കൊറിയയും ചൈനയും കൂടെയാണ് എല്ലായ്പ്പോഴും ഈ പറയുന്ന ഗുണ്ടാപ്പണി മൊത്തം നടത്തുന്നത്. വൃത്തികെട്ട രാജ്യങ്ങളാണ് രണ്ടും. അവരുടെ സ്വഭാവം എന്ന് പറഞ്ഞാൽ ഇതാണ്. അപ്പം ജപ്പാൻ എന്ന് പറയുന്ന രാജ്യം ഒരു പ്രത്യാക്രമണ ശേഷിയുള്ള രാജ്യമായിരുന്നില്ല. കാരണം 2ാം ലോക മഹായുദ്ധത്തിന് ശേഷം തകർന്നു പോയ ഒരു രാജ്യമാണ്. അവർ പതിയെ തിരിച്ചു വന്നു. അവരുടെ വലിയ തോതിൽ അവരുടെ രാജ്യത്തെ വികസിപ്പിച്ചു കൊണ്ടിരിക്കുന്നു. പക്ഷേ എന്നിരുന്നാലും അവർ ഈ പറയുന്ന ഡിഫൻസ് മേഖലയിൽ, ഈ സൈനിക മേഖലയിൽ വലിയ തോതിലുള്ള വികാസമൊന്നും നടത്തിയിട്ടില്ല. കാരണം ഒരു അക്യൂസ്ഡ് സ്റ്റേറ്റ് ആണത്. കുറ്റവാളി ആയ, കുതിരകുത്തപ്പെട്ട, ലോകയുദ്ധത്തിൽ പരാജയപ്പെട്ട ഒരു രാജ്യം എന്നുള്ളതുകൊണ്ട്. അതുകൊണ്ട് തന്നെ അവരങ്ങനെ വലിയ തോതിൽ വികസിപ്പിച്ചിരുന്നില്ല. അമേരിക്കയാണ് അവരെ സംരക്ഷിച്ചു പോരുന്നത്. പക്ഷേ ഇപ്പോൾ അവർ സ്വന്തമായിട്ട് ഈ സൈന്യത്തിനെ കൂടുതൽ വികസിപ്പിക്കാനായിട്ട് തുടങ്ങിയിട്ടുണ്ട്. 2022 ആ തീരുമാനമെടുത്തത്. അതായത് അവരുടെ ഈ പറയുന്ന നയതന്ത്ര കാര്യങ്ങളിൽ ഉൾപ്പെടെ അവർ വലിയ പരിഷ്കരണം കൊണ്ടുവന്നു. 2022 ജപ്പാൻ ദേശീയ സുരക്ഷാ തന്ത്രം പരിഷ്കരിച്ചു. ഇതോടുകൂടി അവർക്ക് സൈന്യത്തെ, മറ്റേ സെൽഫ് ഡിഫൻസ് ഫോഴ്സ് മാത്രമാണ് ഉണ്ടായിരുന്നത്, സ്വയം പ്രതിരോധിക്കാനുള്ളൊരു സേന മാത്രമേ ഉള്ളൂ, പോലീസിന് പോലെ. അതെ, പോലീസൊക്കെ പോലെ, അല്ലെ ഒരു അർദ്ധസൈനിക വിഭാഗമൊക്കെ ആയിട്ട്. പക്ഷേ ഇവിടെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ അവരവരുടെ സൈന്യത്തെ വിപുലീകരിക്കുന്നുണ്ട്. Type 12 മിസൈലുകൾ അവർ നിർമ്മിച്ചു. അതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ Type 12 SSM എന്ന് പറയുന്ന കോസ്റ്റൽ ഡിഫൻസ് സിസ്റ്റം എന്നാണ് പറയുന്നത്. കാരണം അത് ദ്വീപ് രാഷ്ട്രമാണല്ലോ. അപ്പോൾ ഈ കോസ്റ്റൽ ഏരിയയിൽ കൂടെ ആയിരിക്കുമല്ലോ അറ്റാക്ക് വരുന്നത്. ആ പ്രദേശത്തെ മൊത്തം സുരക്ഷിതമാക്കാൻ പോകുന്ന വലിയ മിസൈൽ സിസ്റ്റമാണ് അവർ ഒരുക്കിയിട്ടുള്ള. കരയിൽ നിന്ന് പ്രവർത്തിക്കുന്ന മിസൈൽ സംവിധാനമാണ്. ശത്രുക്കളുടെ കപ്പലുകളൊക്കെ കണ്ടെത്താനും അതിനെ നിരീക്ഷിക്കാനും അതിനെ ആക്രമിച്ച് തകർക്കാനും ഒക്കെയുള്ള ശേഷി അതിനുണ്ട്. 1000 കിലോമീറ്ററാണ് അതിൻ്റെ ദൂരപരിധി എന്ന് പറയുന്നത്. അതുപോലെ തന്നെ ദ്വീപുകൾ, തീരപ്രദേശങ്ങൾ, ഇവിടെയെല്ലാം ഇത് വിന്യസിക്കാനായിട്ട് പറ്റും. സ്റ്റെൽത്ത് കപ്പാസിറ്റി ഉണ്ട്. സ്റ്റെൽത്ത് കപ്പാസിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ പറയുന്ന റഡാറുകൾക്കൊന്നും എളുപ്പത്തിൽ കണ്ടുപിടിക്കാൻ കഴിയില്ല ഈ മിസൈൽ ഇങ്ങനെ വരുന്നു എന്നുള്ളതിന്. അങ്ങനെയൊക്കെ ഇവർ സ്വയം എക്വിപ്പ് ചെയ്ത് ആയുധവൽക്കരിച്ച് ചൈനയെ പ്രതിരോധിക്കാനായിട്ടുള്ള ശേഷി ആർജിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ചൈന നിരന്തരമായിട്ട് ഈ അതിർത്തി ലംഘിക്കാറുണ്ട്. ദക്ഷിണ ചൈന കടലിലും ഈ പറയുന്ന പല മേഖലകളിലും പല രാജ്യങ്ങളുടെയും വ്യോമാതിർത്തിയും സമുദ്രാതിർത്തിയൊക്കെ ലംഘിക്കുന്ന ഒരു രാജ്യമാണ് ചൈന. തായ്വാനുമായിട്ടുള്ള നിരന്തര പ്രശ്നം നമുക്കറിയാവുന്നതാണ്. അപ്പോൾ ചൈനയുടെ ഈ നിരന്തരമായ അതിർത്തി ലംഘനം പല രാജ്യങ്ങൾക്കും കല്ലുകടിയായിട്ടുണ്ട്. അപ്പോൾ ഈ ചൈന എന്ന് രാജ്യത്തിന് ചുറ്റും കിടക്കുന്ന മുഴുവൻ രാജ്യങ്ങളുമായിട്ടും അവർക്ക് അതിർത്തി തർക്കമുണ്ട്. അത് ജപ്പാനുമായിട്ടുണ്ട്, ഈ പറയുന്ന റഷ്യയുമായിട്ടുണ്ട്, ഇന്ത്യയുമായിട്ടുണ്ട്, വിയറ്റ്നാമുമായിട്ടുണ്ട്, മ്യാൻമാറുമായിട്ടുണ്ട്. ഏതൊക്കെ രാജ്യങ്ങളുമായിട്ട് അവർ അതിർത്തി പങ്കിടുന്നു അവരെല്ലാമായി ഈ പറയുന്ന വലിയ തോതിലുള്ള അതിർത്തി തർക്കം ചൈന എന്ന് പറയുന്ന രാജ്യത്തിനുണ്ട്. ഇവർ ഒരിക്കലും ഒന്നാലോചിച്ച്, റഷ്യക്ക് വരെ ഇവർ അതിർത്തി തർക്കം ഉണ്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്തൊരു രാജ്യമാണത്? അവർക്ക് ചുറ്റുമുള്ള എല്ലാം സ്വന്തമാക്കണമെന്നുള്ള ഒരു വാശി പിടിക്കുന്ന ഒരു രാജ്യമാണ്. ഇപ്പോൾ ഇത്തരത്തിലൊരു സൈനിക നീക്കം എന്ന് തന്നെ പറയണമല്ലോ. അത്തരത്തിലൊരു സൈനിക നീക്കം ഇപ്പോൾ ചൈന നടത്തണമെങ്കിൽ പ്രകോപനപരമായ എന്തെങ്കിലും സംഗതി ജപ്പാന്റെ ഭാഗത്തുനിന്ന്? ജപ്പാൻ അങ്ങനെ പ്രകോപനത്തിന് പോകുന്ന രാജ്യമല്ല. ചൈനയാണ് എല്ലായ്പ്പോഴും പ്രകോപനം ഉണ്ടാക്കുന്നത് എന്നുള്ളതാണ്. ചൈന ഈ പറയുന്ന അതിർത്തി തർക്കത്തിൻ്റെ ഭാഗമായിട്ടും അവിടെ പിന്നെ ഇവരൊക്കെ നിരീക്ഷിക്കണം. എല്ലാ രാജ്യം തായ്വാനെ നിരീക്ഷിക്കാൻ വേണ്ടിയിട്ടാണ് അവർ സ്ഥിരം ഡ്രോണുകൾ പറത്തുന്നത്. അതോടുകൂടി അവരിപ്പോൾ ഡ്രോൺ ഡിഫൻസ് സിസ്റ്റം ഇന്ത്യയുടെ നിന്ന് D4 എന്ന് പറയുന്ന സിസ്റ്റം വാങ്ങിയാനൊക്കെ ഇരിക്കുകയാണ്. അത് വെച്ചിട്ട് ഇനി ഡ്രോൺ വന്നാൽ തകർക്കുമെന്നുള്ള രീതിയിലാണ് അവരുടെ നയം.
ചൈന ഇതേ പരിപാടി എല്ലായിടത്തും ചെയ്യാറുണ്ടെന്നേ. അത് നമ്മൾ ഇന്ത്യക്ക് ചുറ്റും സ്ട്രിങ് ഓഫ് പേഴ്സിനെ കൊണ്ടുവന്നില്ല. അതായത് മാലദ്വീപ്, മ്യാൻമാർ, ശ്രീലങ്ക, ഈ പാകിസ്ഥാൻ തുടങ്ങിയ രാജ്യങ്ങളിലൊക്കെ അവർ ഈ പറയുന്ന സൈനിക താവളങ്ങളൊക്കെ തുടങ്ങി, ഈ പറയുന്ന നേവൽ ബേസുകളൊക്കെ തുടങ്ങാനും അവരുമായിട്ട് കൈകോർത്ത് ഇന്ത്യയെ പൂട്ടാനൊക്കെ ആയിട്ടുള്ള പരിപാടികളൊക്കെ നടത്തിയതാണ്. പക്ഷേ അതങ്ങനെയൊന്നും പൂട്ടാൻ കഴിയില്ല. ഇന്ത്യൻ ഓഷൻ്റെ രാജാവ് എന്ന ഇന്ത്യ തന്നെയാണ്, അതിൽ യാതൊരു സംശയവുമില്ല. അപ്പോൾ ഇവരെ പ്രതിരോധിക്കാനായിട്ട്, ചൈനയെ പ്രതിരോധിക്കാനായിട്ട് നമ്മൾ ക്വാഡ് എന്ന് പറയുന്ന ഒരു ചതുർരാഷ്ട്ര സഖ്യം ഇന്ത്യയും ജപ്പാനും ഓസ്ട്രേലിയയും അമേരിക്കയും കൂടെ ചേർന്നിട്ടുണ്ട്. അപ്പോൾ ഇനി ഏതെങ്കിലും തരത്തിൽ ഇവർ കളിക്കാൻ വന്നു കഴിഞ്ഞാൽ അതിനെ പ്രതിരോധിക്കാനായിട്ട് ഈ പറയുന്ന 4 രാജ്യങ്ങൾക്കും കഴിയും. ഈ 4 രാജ്യങ്ങളും വളരെ സൗഹൃദത്തിലുള്ള രാജ്യമാണ്. ഇന്ത്യ, ഓസ്ട്രേലിയ, ജപ്പാൻ, അമേരിക്ക. പക്ഷേ ഈ പറയുന്ന ചൈനയായിട്ട് ഇവരുടെ എല്ലാവരുടെയും പൊതുശത്രുവാണ്. ഓസ്ട്രേലിയയോട് ആവശ്യമില്ലാതെ ചൊറിയാൻ പോകുന്ന ഒരു രാജ്യവും കൂടെയാണ് ചൈന. അപ്പോൾ എന്തായാലും ഈ മേഖലയിൽ ഇനി വലുതായിട്ട് കളിക്കാൻ നിന്ന് കഴിഞ്ഞാൽ ചൈനയ്ക്ക് പണി കൊടുക്കാനുള്ള ഒരു തീരുമാനത്തിലേക്കൊക്കെ ജപ്പാൻ എത്തിയിട്ടുണ്ട്. ഏതെങ്കിലും ഒരു ഘട്ടത്തിൽ ജപ്പാൻ്റെയോ ഇല്ലെങ്കിൽ ജപ്പാൻ്റെ വ്യോമാതിർത്തിയോ സമുദ്രാതിർത്തിയോ ഒക്കെ ലംഘിച്ചാൽ അവരുടെ വിമാനങ്ങളെയും കപ്പലുകളെയും ഒക്കെ അടിച്ചിടാനുള്ള തീരുമാനത്തിലേക്ക് ജപ്പാൻ പോകുമെന്നുള്ളൊരു കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. അത് ഇപ്പോൾ അങ്ങനെ ഒരു ജപ്പാന് നേരെ ഏതെങ്കിലും തരത്തിലുള്ള ഒരു ആക്രമണം ചൈന എടുത്തു കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ട് ഉറപ്പായും അമേരിക്ക, ഈ പറയുന്ന സാധാരണ വിഷയങ്ങൾ പോലെയല്ല, ജപ്പാനെ തൊട്ട് കഴിഞ്ഞാൽ അമേരിക്ക ഉറപ്പായിട്ടും ചൈനയെ കയറി അടിക്കുമെന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. അതിൽ ഓസ്ട്രേലിയ ഇടപെടും. സ്വാഭാവികമായിട്ട് അമേരിക്ക പറഞ്ഞാൽ ഓസ്ട്രേലിയ ഇടപെടും. ഓസ്ട്രേലിയ ഇടപെടുമ്പോൾ ഇന്ത്യ ഇടപെടും. അങ്ങനെ ഇടപെട്ടേ പറ്റുള്ളൂ. അങ്ങനെ വലിയൊരു സംഘർഷത്തിലേക്ക് പോകും. അപ്പോൾ ജപ്പാനെ ഒരു കാരണവശാലും ഉപദ്രവിക്കാനായിട്ട് ചൈന ശ്രമിക്കരുത് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഈ പറയുന്ന ചൊറിച്ചിൽ ചൈന അവിടെ നിർത്തിയില്ലെങ്കിൽ വലിയ വിപത്ത് ഉണ്ടാകും എന്നുള്ള കാര്യത്തിൽ സംശയമില്ല. ഉത്തര കൊറിയ എന്ന് പറയുന്ന ഒരു ഗുണ്ടാ രാജ്യത്തിനെ പാലൂട്ടി വളർത്തുന്ന ഒരു രാജ്യവും കൂടിയാണ് ചൈന എന്ന് പറയുന്നത്. ചൈന നിരന്തരമായിട്ട് അവരെ വെച്ചിട്ടാണ് പ്രകോപനം എല്ലാം സൃഷ്ടിക്കുന്നത്. ഇവർ രണ്ടുപേരും ഒരേ സ്വഭാവമുള്ള കമ്മ്യൂണിസ്റ്റ് രാജ്യങ്ങളല്ല. കമ്മ്യൂണിസ്റ്റ് രാജ്യങ്ങളുടെ കുഴപ്പമെന്ന് പറഞ്ഞാൽ ഇതാണ്: അവർക്ക് ലോകം മൊത്തം നിയന്ത്രിക്കണം, മറ്റുള്ളവരെ ഭരിക്കണം, ആരുടെ അടുത്ത് മെക്കിട്ട് കയറണം, എങ്ങനെയും ലാഭം ഉണ്ടാക്കണം, ഇതൊക്കെ മാത്രമേ ഇവർക്ക് ചിന്തിക്കുകയും പ്രവർത്തിക്കുകയുള്ളൂ. കമ്മ്യൂണിസ്റ്റുകളുടെ ഒരു മൈൻഡ് സെറ്റ് അങ്ങനെയാണ്. കോൺക്കർ ചെയ്യുക എന്ന് പറഞ്ഞാൽ അതിക്രമിച്ച് കീഴ്പ്പെടുത്തുക. അത് എന്താണ്, ഒരു വിയോജിപ്പിൻ്റെ അടിസ്ഥാനത്തിൽ പണമുള്ളവനെ കൊന്ന് അവൻ്റെ പണം അപഹരിക്കുക എന്ന് പറയുന്ന കൊള്ളക്കാരുടെ മാനസികാവസ്ഥയാണ് കമ്മ്യൂണിസം പറഞ്ഞു കൊടുക്കുന്നത്. ആ കമ്മ്യൂണിസത്തിൻ്റെ പ്രതിഫലനമാണ് ചൈന എന്ന് പറയുന്ന രാജ്യം ഈ മറ്റ് ലോക രാജ്യങ്ങളോടെല്ലാം തന്നെ കാണിക്കുന്നത്. അത് നിരന്തരമായി അവർ ഈ പറയുന്ന വിഷലിപ്തമായ സൈനിക നീക്കങ്ങൾ എല്ലായ്പ്പോഴും നടത്തിക്കൊണ്ടിരിക്കുന്നു. ഈ പറയുന്ന പസഫിക് റീജിയൻ, അതായത് ശാന്തസമുദ്രത്തിൻ്റെ മേഖല വളരെ, അതായത് ഈസ്റ്റ് ഏഷ്യ എന്ന് പറയുന്നത് വളരെ പ്രാധാന്യമുള്ളൊരു മേഖലയാണ്. സൈന്യ പ്രാധാന്യം കൃത്യമായിട്ടുണ്ട്. കാരണം നമുക്കത് ചിന്തിച്ചാൽ തന്നെ അറിയാം. ഇപ്പോൾ വ്ളാഡിവോസ്റ്റോക്ക് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു കിഴക്കൻ നഗരം, അതായത് റഷ്യയുടെ ഏറ്റവും കിഴക്ക് ഭാഗത്തുള്ള ഒരു നഗരം കഴിഞ്ഞ 10-12 വർഷമായിട്ട് റഷ്യ വികസിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. കാരണം യൂറോപ്പിൻ്റെ പ്രാധാന്യത്തിനൊപ്പം തന്നെ ഈ പറയുന്ന ഈസ്റ്റ് ഏഷ്യയിൽ വലിയ സാധ്യതകൾ തുറക്കുന്നുണ്ട്. വലിയ തരത്തിലുള്ള ഈ വ്യാപാര സൈനിക സാധ്യതകളൊക്കെ ഈ മേഖലയിലുണ്ട് എന്നുള്ളതാണ്. നമ്മുടെ നോർത്ത് റീജിയനിൽ കൂടെ, റഷ്യയ്ക്കപ്പുറത്തുള്ള നോർത്ത് റീജിയനിലൂടെ ചില സീസണുകളിൽ, ഇപ്പോൾ സമ്മർ സീസണുകളിലൊക്കെ ഇപ്പോൾ കപ്പലുകൾ പോകുന്നുണ്ട്. കാരണം ഐസ് ഏരിയയാണത്. അവിടെ ഐസ് ബ്രേക്കർ ഷിപ്പുകളൊക്കെ ഉപയോഗിച്ചുകൊണ്ട് അതിന് പിന്നാലെ മറ്റ് കപ്പലുകളൊക്കെ പോകാറുണ്ട് ഇപ്പോൾ. അപ്പോൾ അങ്ങനെ വരുമ്പോൾ ഏറ്റവും എളുപ്പമാണ് ഈ പറയുന്ന ഈസ്റ്റ് ഏഷ്യയിലേക്ക് വരാനുള്ള പാത എന്നുള്ളതാണ്. ആ മേഖല അതുകൊണ്ട് തന്നെ വളരെ സുപ്രധാനമാണ്. അവിടത്തെയാണ് ഈ പറയുന്ന സംഘർഷത്തിൻ്റെ ഒരു സാധ്യത ഉടലെടുത്തിരിക്കുന്നത് എന്നുള്ളതും ഏറെ പ്രാധാന്യമുള്ളതാണ്.